ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വെയിൽ കാണുമ്പോൾ എനിക്ക് വേറൊരു എനർജി ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീടിന് പുറത്തുള്ള പണികളൊക്കെ എടുക്കാമല്ലോ. ചിലപ്പോൾ മുറ്റടിക്കാനുണ്ടാവും, അതുപോലെ പുല്ലിന് മരുന്നടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുല്ല് പറിക്കാനോ അങ്ങനെയുള്ള സംഭവം, വണ്ടി കഴുകാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1.5 നാഴി പൊടിയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാനത് വാട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നൂൽപുട്ടിന് ഇങ്ങനെയാണോ വാട്ടിയെടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളുടെ അരിപ്പൊടി അപ്പോൾ അതൊക്കെ അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നൂൽപുട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ നോർമൽ പ്രസ് ചെയ്യുന്നുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നതിന്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴേക്ക് അതാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. നല്ല അവരൊക്കെ നല്ല ഫോഴ്സ് ചെയ്തിട്ട് അവർക്ക് നൂൽപുട്ട് കടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നൂൽപുട്ട് ഇഷ്ടമാണെങ്കിലും അമ്മമാർക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പുറകൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം അതുണ്ടാക്കണമെങ്കിൽ നല്ല പണിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. നമ്മൾ പൊടി വാട്ടുന്നതോ അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കിയെടുക്കുന്നതോ അല്ല. ഇത് നമുക്ക് പ്രസ് ചെയ്ത് കിട്ടണമെങ്കിൽ അത്രയും ഹാർഡായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. എന്നാലും നമ്മളമ്മമാർ ചെറുപ്പത്തിൽ അത് വെച്ചിട്ട് പിന്നെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരത്തിൻ്റെ ഒരു പ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. മരത്തിൻ്റെ ഒരു പ്രസ്സും ഉണ്ടായിരുന്നു, അതുപോലെ ഒരു അലുമിനിയത്തിൻ്റെയൊക്കെ പോലത്തെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് പലതരം ടൈപ്സ് ഓഫ് അച്ചുകളുണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നൂൽപുട്ടിൻ്റെ തട്ടിലേക്ക് വീഴുന്ന ആ മോഡലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലത്തെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഈ സംഭവമാണ്. അതിനകത്ത് ഞാൻ നൂൽപുട്ടിൻ്റെ പൊടി ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ കുക്കർ അടുപ്പിനകത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നൂൽപുട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഈ സംഭവം നമുക്ക് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇതാ കറക്റ്റ് ഇതിൽ തന്നെ വീഴണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നതോടുകൂടെ ഇത് പോരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ നൂൽപുട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല സുഖമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. പൊടി കുറച്ച് അധികം ബാലൻസ് ആയിട്ട് ഇരിക്കാറുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ അച്ചിനകത്ത് കുറച്ച് ബാലൻസ് ഇരിക്കാറുണ്ട് കേട്ടോ എപ്പോഴും. അത് എനിക്ക് മാത്രമാണോ ഇനി എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളുടെ നൂൽപുട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 12 നൂൽപുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനും മോനും മോളും ആയതുകൊണ്ട് 12 നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് അത്ര പണിയില്ല, കുറച്ച് പൊടി വാട്ടിയാൽ പോരെ. അങ്ങനെ നമ്മളുടെ നൂൽപുട്ട് ഞാനിവിടെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തട്ട് ഞാൻ അതിനകത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ സോഫ്റ്റ് നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നൂൽപുട്ടാണ്. പിന്നെ ഞാൻ നൂൽപുട്ടൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് മത്തിക്കറി വെക്കാൻ വിചാരിച്ചു. മത്തി നമ്മളവിടെ പറയാം പുളിമുളക് ഇടുകയാണ് കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നൂൽപുട്ടൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇതൊരു തട്ടിക്കൂട്ട് കറിയൊന്നുമല്ല, ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. ഉലുവയും കടുകും വറുത്ത് അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്ത് തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് പിന്നെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പുളി എടുത്തിട്ടുള്ളൂ. അത് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുടംപുളിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് നമുക്ക് മീൻ കറിയിൽ ഏറ്റവും നല്ലത് കുടംപുളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ കുടംപുളി ഉണ്ട്, അപ്പോൾ ഒരു പീസ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ അതിനകത്ത് മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളുണ്ട് കേട്ടോ. ഇന്ന് ക്ലീനിങ് നമ്മളുടെ ഷോക്കേസാണ്. നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ തിരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഒക്കെ വലിച്ചിടും കേട്ടോ താഴെ. അപ്പോൾ നമ്മൾ നേരെ കൃത്യമായിട്ട് മടക്കി വെച്ചതൊക്കെ ആകെ ഷഫിളാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അതും കൂടെ ഒന്ന് വലിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾഡ് സോങ് ഉണ്ടല്ലോ നമ്മളുടെ 90s കിഡ്സിൻ്റെ സോങ് എന്നൊക്കെ പറഞ്ഞാൽ ആ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഷോക്കേസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ തട്ട് ശരിയാക്കിയിട്ടില്ല കേട്ടോ, ഇത് ഷാനുവിൻ്റെയാണ്. അപ്പോൾ അവൻ തന്നെ ശരിയാക്കട്ടെ, അവർക്കും വേണ്ടേ അത് പഠിയാന്ന് വിചാരിച്ച് അങ്ങനെ അത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ കലവിൽ വെക്കുമ്പോൾ സ്പേസേ ഉണ്ടാവാറില്ല, ഇപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ നല്ല സോഫ്റ്റ് നൂൽപുട്ടും മത്തിക്കറിയും ചായ കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റം നടിക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ നമ്മളുടെ വീട്ടിൽ ചക്കപ്പഴം ഉണ്ട് കേട്ടോ, സീതപ്പഴം എന്നൊക്കെ പറയും, ചക്കപ്പഴം ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊട്ടിച്ച് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ മൂത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ആയും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും ഇത് നമ്മൾ പറിച്ച് വെച്ച് പിന്നെ പഴുപ്പിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. ഇതിനകത്ത് തന്നെ നിന്നിട്ട് ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പറിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോഴിമുട്ട, നാടൻ കോഴിമുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 40 എണ്ണം. അതൊരു ബോക്സിലാക്കി വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിനകത്ത് സ്പേസ് ഇല്ലേനും ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്, മുട്ട പൊട്ടി പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ബോക്സിലാണ് നമ്മളുടെ കോഴിമുട്ട ആക്കി വെക്കുന്നത്. നമുക്ക് നാടൻ കോഴിമുട്ടയാണ് കേട്ടോ. നാടൻ കോഴിമുട്ട എന്ന് പറയുമ്പോൾ മുട്ടക്കോഴിയുടെ മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഒരു മാസത്തിന് ഇങ്ങനെ കുറച്ചധികം മുട്ട മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് നമ്മളുടെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ അവസ്ഥ, നല്ല പുല്ലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് അടിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറെ കൊടുക്കുന്ന പോണ മരുന്നാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് ചെയ്തു കേട്ടോ. ബാക്ക് ഫുള്ള് മരുന്നടിച്ചിട്ടുണ്ട്. ഇനി ഉണങ്ങിയിട്ട് ഞങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.